ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എന്നും ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാറ്. എന്നാൽ ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കായുള്ള ഒരു കുഞ്ഞു വ്ളോഗാണിത്. എൻ്റെ ഗാർഡനിലെ ബോഗൺവില്ല കളക്ഷൻസ് ആണിത്. നല്ല വെയിലാണ്, രാവിലെ 10 മണി സമയമാണിത്. പക്ഷേ വെയിലിൻ്റെ ഇതുകൊണ്ട് കളറൊന്നും ചിലതൊന്നും മനസ്സിലല്ല. തണലും ഭാഗത്തുള്ളതൊക്കെ നമുക്ക് ക്ലിയറായി കാണാം. ഈ വെറൈറ്റിയുടെ ഇല തന്നെ നല്ല ഭംഗിയാണ്. ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഷെയ്ഡോട് കൂടിയ ഒരു ഇലയാണ്. നല്ല റെഡ് കളർ പൂവാണ്, ചെറിയ ഇതളായിട്ടുള്ള. ഇപ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞു പോയതാണ്. ഇത് അതുപോലെ വേറൊരു വെറൈറ്റിയാണ്. ഇതിങ്ങനെ തലപ്പത്ത് ബോൾ പോലെ പൂത്ത് നിൽക്കും. ഓരോരോ ഉണ്ടായിട്ടുണ്ടാവും. നന്നായിട്ട് പൂക്കുന്ന സമയത്ത് ഇപ്പോൾ പൂത്ത് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ സെക്കൻഡ് ടൈമും തേർഡ് ടൈമുമാണ് ഇപ്പോൾ പൂക്കുന്നത്. ഒരു സെറ്റ് പോയി കഴിയുമ്പോൾ അടുത്ത സെറ്റ് പൂ വരും. ഇതുമല്ലിപ്പോൾ പോയിട്ടുണ്ട്. ഇതതുപോലെ വേറൊരു വെറൈറ്റിയാണ്. ആ ലൈറ്റ് കളറാണ് എൻ്റെ തൈയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പൂത്ത് വന്നപ്പോൾ ആദ്യമൊക്കെ ലൈറ്റ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 2 ഡബിൾ കളറായിട്ട് പൂക്കുന്നുണ്ട്. ഒരു കൊമ്പിലാണ് ഡാർക്ക് റെഡും അതുപോലെ ലൈറ്റ് റോസും. നവംബർ മുതൽ പൂക്കാൻ തുടങ്ങും. നവംബർ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാ മരത്തിലും പൂവുണ്ടായിരിക്കും. പിന്നെ അതൊരു മഴ തുടങ്ങി നന്നായിട്ട് മഴ പെയ്യുന്നവരെ പൂവ്. എനിക്കിവിടെ നല്ല വെയിലാണ്. ബോഗൺവില്ലയ്ക്ക് നല്ല വെയിൽ കിട്ടണം. വെയിലും അതുപോലെ കറക്റ്റായിട്ട് വളവും ചെയ്താൽ നന്നായിട്ട് പൂക്കും. ഏകദേശം നവംബർ മുതൽ ജൂൺ ജൂലൈ വരെയൊക്കെ പൂവുണ്ടാവാറുണ്ട്. ഓറഞ്ച് കളർ അതുപോലെ യെല്ലോ കളറൊക്കെ കുറച്ച് ഫെയ്ഡായിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് പൂത്തതാണ്. വെറൈറ്റിയാണ്. നന്നായിട്ട് വളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡബിൾ കളർ ഉണ്ടാവും. അതല്ല വളം കുറച്ച് കുറവാണെങ്കിൽ പൂ വെറും വൈറ്റ് കളർ മാത്രമായിരിക്കും. ഒരു 2 വെറൈറ്റി കൂടെ കാണിക്കാം. ഇത് ബോഗൺവില്ല അല്ല, മല്ലികയാണ്. മൈസൂർ മല്ലിക എന്ന് പറയുന്ന ഒരു തരം മല്ലികയാണ്. ഒരൊറ്റ മരം തന്നെയാണ്. അത് മുകളിലേക്ക് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരമാണ്. അതിൽ നിറയെ പൂവുണ്ടാവും. ഒരു യെല്ലോയിഷ് മെറൂണാണ് അതിൻ്റെ കളറ്. സിംഗിൾ തട്ടായിട്ടുള്ള പൂവും അതുപോലെ അങ്ങനെ ഉണ്ടായിട്ടുള്ള പൂവുണ്ട്. 2 മരമേ ഉള്ളൂ, പക്ഷേ ഒരുപാടുള്ള പോലെ ഉണ്ടാവും. നിറയെ പൂവുണ്ടാവും. നല്ല പച്ചയിൽ ഈ കളറും കൂടി നല്ല ഭംഗിയാണ് കാണാൻ. മരത്തിൻ്റെ വിത്ത് തന്നെ ഇട്ടതാണ്. പക്ഷേ പൂത്ത് വന്നപ്പോൾ 2 ടൈപ്പ് പൂവാണ്. നല്ലത് സിംഗിൾ പൂവാണ്. അതുപോലെ മറ്റേത് കുറച്ച് തട്ടായിട്ട് കുറച്ചധികം ഇതളുകളുള്ളതാണ്. ഇത് ഞങ്ങളുടെ ഗാർഡനിലെ ഒരു കുഞ്ഞ് അതിഥിയാണ്.
ഇത് ലവ് ബേർഡ്സ് ബോർഡിൽ ഒരു മൺകുടം ഇവിടെ കെട്ടി തൂക്കിയതായിരുന്നു. ഒരു മണ്ണാത്തിക്ക് വന്ന് മുട്ടയിട്ട് വിരിഞ്ഞതാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിരിഞ്ഞു പോവാറുണ്ട്. വള്ളിച്ചെടിക്കിടയിലാണ് നമ്മുടെ മണ്ണാത്തിക്കിളിയുടെ കൂട്. ഇത് കുറച്ച് വലിയ വള്ളിയാണ്. അതിൽ 2-3 വള്ളിയിൽ മാത്രമേ പൂവുള്ളൂ. നല്ല ഭംഗിയുള്ള പൂവാണ്. വിരിയുന്ന സമയത്ത് ഈ കളറും പിന്നീട് നമുക്ക് ലൈറ്റ് കളറായി മാറും. നമ്മുടെ വീട്ടിൽ ഒത്തിരി പൂവൊന്നുമില്ല. 2-3 വള്ളിയിൽ മാത്രമേ പൂവുള്ളൂ. സാധാരണ ഇത് ഇല പോലും കാണാതെ പൂത്ത് നിൽക്കുന്നത് കാണാം. അത്രയും പൂവുണ്ടാവാതെ നല്ല ഭംഗിയുള്ള പൂവാണ്. ഈ വള്ളിച്ചെടിയുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ ഇവിടെയാണ് നമ്മുടെ കിളിക്കൂട്.